വെൽക്കം ബാക്ക് എവ്രി വൺ. ബാലി വന്നു കഴിഞ്ഞാൽ നുസാപ്പനഡ എന്നുള്ളത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അവിടേക്ക് എങ്ങനെ സ്വന്തമായി പോകാം, ഒരു ദിവസം നമുക്ക് എങ്ങനെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. സെയിം ഇന്നൊരു വെറൈറ്റിക്ക് പാൻ കേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും കഴിക്കുന്നതല്ലേ കഴിക്കുന്നത്. സോ ഇന്നത്തെ ദിവസം ഇവിടുന്ന്, അതായത് ഉബുദിൽ നിന്ന് സനൂർ പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെ നിന്നാണ് നമുക്ക് നുസാപ്പനഡേക്കുള്ള ഫെറി കിട്ടുന്നത്. അപ്പോൾ ഈ ഫെറിയുടെ കാര്യത്തിൽ ഫെറി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ കുറേ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നുസാപ്പനഡ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ഈ സ്കാമിലൊന്നും പെടാണ്ട് ഈ നുസാപ്പനഡ അവിടേക്ക് എത്താമെന്നുള്ളത് നമുക്കിന്ന് കാണാം. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം ഈ ഫിലാനോ വണ്ടിയിലെല്ലാം കയറ്റി ഞങ്ങൾ യാത്ര തുടങ്ങി. 24 കിലോമീറ്റർ ഉണ്ട് ഉബൂദിൽ നിന്ന് സനൂർ പോർട്ടിലേക്ക്. ഏകദേശം 3/4 മണിക്കൂറോളം സമയം എടുക്കും. അപ്പോൾ ഞങ്ങളുടെ ലഗേജ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തിരിച്ച് താമസിക്കുന്ന നുസാദുവ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെക്കാം എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ചധികം കൂടി സമയം വേണം. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്ക് കിട്ടി ഭാഗ്യത്തിന്. ഓക്കെ, അങ്ങനെ സനൂർ എന്ന് പറഞ്ഞൊരു പോർട്ടിലെത്തി. സനൂർ പോർട്ടിൽ നിന്നാണ് നുസാപ്പനഡേക്കുള്ള എല്ലാ ഫെറി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ 2 വീലറിൽ ലഗേജ് വെച്ചിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുവരെ ടാക്സി ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലഗേജ് എവിടെയെങ്കിലും വെക്കണം. കാരണം ഇത്രയും 2 വലിയ പെട്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി നമുക്ക് നുസാപ്പനഡേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു. ഇവിടെ ഈ സനൂർ പോർട്ടിൽ തന്നെ ഓൾറെഡി ഇവിടെ സനൂർ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ലഗേജ് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അവിടെ പിന്നെ മോട്ടോർ ബൈക്ക് റെൻ്റൽ, ലഗേജ് സ്റ്റോറേജ്, കാർ റെൻ്റൽ, വിസ എക്സ്റ്റൻഷൻ, അങ്ങനെ ഒരുപാട് സർവീസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 ലഗേജ്, 2 ബാഗ് ഇവിടെ നമുക്ക് വെക്കാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. സോ ഇതാണ് പ്രൈസ് ലിസ്റ്റ് വരുന്നത്. ഓക്കെ ബ്രോ, യാ. അപ്പോൾ നമ്മുടെ ഈ 2 ബാഗ് ഇവിടെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നുസാപ്പനഡേക്ക് പോകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വർക്കിംഗ് അവറാണ്. ഇവർ വർക്കിംഗ് അവർ എന്ന് പറയുന്നത് 6 മണി വരെ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് കാണുന്നുണ്ടോ? അപ്പോൾ കറക്റ്റ് വൈകിട്ട് 6 മണിക്കൂറിൽ വന്ന് ലഗേജ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ 2 ബാഗുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ നാളെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ തിരിച്ചെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 130 എന്ന് പറയുമ്പോൾ 1,30,000 IDR ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് വെർത്താണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ 2 ബാഗും ചുമന്നുകൊണ്ട് നുസാപ്പനഡേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഒരു ഓഫർ ചെയ്യുന്നത്. ഈ നുസാപ്പനഡ മാത്രമല്ല, ഒരുപാട് സ്ഥലത്തേക്കുള്ള ബോട്ടുകാരും ഫെറിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് നമ്മൾ ടൈം കണക്കാക്കിയാന്ന് തോന്നുന്നു. ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കാൻ നേരത്ത് ആ സ്ലിപ്പിലെ ടൈം നോക്കിയാണ് പാർക്കിംഗ് ഫീ ചോദിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ഫീ ഉണ്ട്. ആക്ച്വലി നമ്മൾ എൻട്രൻസ് ഫീ ഉണ്ട്, പിന്നെ പാർക്കിംഗ് ഫീ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഫീ ഉണ്ട്. ടോയ്ലറ്റ് ഫീ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടോയ്ലറ്റാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടുമ്പോഴൊക്കെ എല്ലായിടത്തും പെയ്ഡ് ടോയ്ലറ്റുകൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആക്ച്വലി ആ ഒരു സിസ്റ്റം നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടോ. അവർ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, അതിലാണ് കാര്യം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അങ്കൽ എന്ന് പറഞ്ഞ ANGKAL അങ്കൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫെറി ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അഗോഡ ത്രൂ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഏജൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് ടിക്കറ്റ് നമുക്ക് റെഡിയാക്കി തരാം, ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫിക്സ്ഡ് പ്രൈസൊന്നുമില്ല. ഇങ്ങനെ വരുന്ന ഏജൻറ്റ്സ് അവർ പറയുന്ന അവരുടെ കമ്മീഷനൊക്കെ ഉള്ള റേറ്റൊക്കെയാണ്. നമ്മളൊരു ഫെറി കയറാൻ നേരത്ത് ആ ഫെറിയിൽ പല റേറ്റുകളിലായിരിക്കും ആൾക്കാർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അഗോഡയിൽ നമുക്ക് ഓൾറെഡി ഈ അങ്കൽ എന്ന് പറയുന്ന ഈ ഫെറി ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 1091, 1100 രൂപ താഴെയാണ് ഒരാൾക്ക് വരുന്നുള്ളൂ. അതാണ് ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഷെറിൻ്റെ വ്ളോഗറില്ലേ, ഞാൻ ഷെറിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഷെറിൻ്റെ വ്ളോഗിലൊക്കെ ഷെറിന് അന്ന് 3 ലക്ഷം IDR കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അത് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ ഞാൻ ആ 3 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അഗോഡയിൽ കണ്ട 1000 രൂപ എന്നുള്ളത്, ഇന്ത്യൻ റുപ്പി എന്നുള്ളത് ലാഭമായിട്ട് തോന്നി. അപ്പം അങ്ങനെ ഇപ്പോൾ അങ്കലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അങ്കൽ ഫാസ്റ്റ് ക്രൂസ്. അപ്പോൾ ഓൾറെഡി 10:30 ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. ഫാസ്റ്റ് ക്രൂസ് നമുക്കകത്തേക്കിട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കാം.
Even the car is not just 2%. No. 11:30. It's our regular. 11:30 is fine. 11:30. If you want to go earlier, it's okay, no problem. You can check in 30 minutes before departure, okay? Okay. If we miss it, if we miss the 11:30 ferry, then And the next door. If you 40:30 miss is on. this, you cannot move this, okay? Okay. Don't be late. Can I have your sign, please, here? Yeah, sign. Okay? Besok Then jam do one thing. This is fine. 2:30, okay. Jam 2.30 Kak, ya? 2:30 is fine. Okay. The ticket for check-in at the harbor, don't forget to wearing the deck test. Okay. The ticket for coming back, you can redeem this voucher at counter the Angkal and then come 30 minutes before departure. Then we lose the ticket, we then take picture. If you lose, you have the Yeah, yeah. Actually, I'm photographing Okay. it. And then we start from here 10:15. You just wait outside, okay? 10:15. Sisi ke jangan, sisi ke jangan. You can wait outside. Okay. Thank you. സംഭവം സിമ്പിളാണ്. നമ്മൾ അഗോഡ വഴി ബുക്ക് ചെയ്ത് ഇവിടെ ആങ്കൽ എന്ന് പറഞ്ഞ വലിയ ബോട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന വഴി കൊടുത്ത ലോക്കൽസിനോടൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണെന്ന് അറിയണ്ട. അപ്പോൾ അവർ പറഞ്ഞു വലിയ ബോട്ടാണ്, നല്ലതാണെന്ന് പറഞ്ഞു. ഇവിടെ ചെല്ലുക, നമ്മളുടെ വൗച്ചർ കാണിക്കുമ്പോൾ അവർ ഇങ്ങനൊരു സംഭവം തരും. അത് ഓൾറെഡി കണ്ടു കാണുമല്ലോ വീഡിയോയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്താലും ഇവിടെ ഓൾറെഡി ക്ലൂക്കിൻ്റെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരികയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ക്ലൂക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും കിട്ടും. അഗോഡയാണെങ്കിലും കിട്ടും. അഗോഡയിൽ എൻ്റെ ഓൾറെഡി ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വളരെ ചീപ്പായിട്ട്, അതായത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അപ്പ് ആൻഡ് ഡൗൺ വന്നിരിക്കുന്നത് വെറും 2100 അതിൻ്റെ അടുത്തേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അവരുടെ ടിക്കറ്റിൻ്റെ ഇവിടുത്തെ റേറ്റ് ഡയറക്റ്റ് വരികയാണെങ്കിലുള്ള റേറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. 5 ലാഖൊക്കെയാണ് കാണിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. 5 ലാഖ് IDR എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹ്യൂജായി. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഓൺലൈനിൽ നോക്കുക. ഓൺലൈനിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ ഒരു 25 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. വെയിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യും. ബോട്ടല്ല, ഫെറി. അങ്ങനെ ബോട്ടിൻ്റെ സമയമായതോടുകൂടി ഞങ്ങളെല്ലാവരും ഹാർബറിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ആങ്കൽ ക്രൂസിൻ്റെ കൊടി പിടിച്ച ഒരാൾ മുമ്പിലുണ്ട്. പുള്ളിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ ബ്ലൂ കളറുള്ള ടാഗ് ഉണ്ട്. അങ്ങനെ ഹാർബറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർബർ പുതുതായിട്ട് പണിതാണെന്ന് തോന്നുന്നു. കുറച്ച് പുതിയ ബിൽഡിംഗ് ആണ് മുമ്പിൽ കാണുന്നത്. അതറിയില്ലായിരുന്നു. ലഗേജ് സ്റ്റോറേജ് ഉള്ള കാര്യം അറിയാതെ ലഗേജായിട്ട് പോകുന്നൊരു കപ്പിൾസാണ് മുമ്പിൽ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഈ മണ്ടത്തരം ചെയ്യില്ല എന്നാണ് പറയുന്നത്. കാരണം 2 കയ്യിലും ലഗേജ് ഉണ്ട്, 2 പേരുടെ കയ്യിൽ. ബോർഡിംഗ് പാസ് ഇവിടെ കാണിക്കണം. ഇതാണ് സനൂർ പോർട്ടിൻ്റെ അകം. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണം എല്ലാവരും. ആക്ച്വലി ഇവിടെ നിന്നുള്ള വ്യൂ കൊള്ളാം. എനിക്ക് നല്ല ആദ്യം കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് എന്ന് തോന്നുന്നു. ഏകദേശം 1 മണിക്കൂറോളം എടുക്കും ഇവിടെ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഫസ്റ്റ് ഡേ നല്ല വെയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 2ാമത്തെ ദിവസം മഴ. 3ാമത്തെ ദിവസം പോയ സ്ഥലത്ത് നല്ല മഞ്ഞായിരുന്നു, കോടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വെയിലാണ്. ഒരു രസമുണ്ടായി. ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചിട്ടാണ് കയറിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ അവിടെ മിസ്സായി പോയി. ഞാൻ വിചാരിച്ച് കടത്തി വിടില്ലായിരിക്കുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിനവർ കടത്തി വിട്ടു. അതെ, കൂടെ ഭാര്യകളുണ്ട്, കടത്തി വിട്ടതായിരിക്കും ചിലപ്പോൾ. കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. ഈ ലഗേജ് ഉള്ളവരുടെ കഷ്ടപ്പാടുകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ
അപ്പോൾ ഒരു ദിവസം സ്റ്റേ ആണ് നുസാഫേനയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബാഗിലേക്ക് ആക്കി ബാക്കിയുള്ള ലഗേജ് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ആക്ച്വലി നല്ലൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇതും കൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കണം. പിന്നെ നമുക്ക് ടാക്സി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ അവിടെ ചെന്നിട്ടും ഒരു ടാക്സി എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോറി, ടാക്സി അല്ല, സ്കൂട്ടി. അപ്പോൾ ഒരു ദിവസത്തെ ഇവിടുത്തെ റെൻറ്റ് നമുക്ക് നഷ്ടമായിട്ട് വരും. കാരണം നാളെ തിരിച്ചു വരുമ്പോഴാണല്ലോ നമ്മൾ ആ വണ്ടി എടുക്കുന്നത്. ആ നഷ്ടം ആണ്. പക്ഷേ നമ്മൾ ഈ ടാക്സി കൊടുക്കുന്നതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമല്ല എന്നുള്ളതാണ്. നമ്മുടെ ക്രൂസ് എ സി അല്ല, പിന്നെ നല്ല വെയിലും. ഇത്ര ആളുകളും കൂടി കയറി ഇരിക്കുന്നതുകൊണ്ട് നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും. എന്തായാലും 1 മണിക്കൂർ ഇത് സഹിച്ചേ പറ്റും. ഇതാണ് നമ്മുടെ ബോട്ട്. കുഞ്ഞ് ഫാൻ ഉണ്ടാവും എല്ലായിടത്തും. അതാണ് ആകെയുള്ളൊരു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളിരിക്കുന്നിടത്ത് ഫാനില്ല. 1.5 വിട്ടാണ് ഫാൻ. 1.5 വിട്ടുള്ളൊരു കാറ്റ് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇവരുടെ സ്റ്റാഫ് തന്നെ നമുക്ക് അവിടെ നുസാഫേനയുടെ റെൻ്റൽ ബൈക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഞങ്ങൾക്ക്, അതായത് ഇവിടുത്തെ ഈ നുസാഫേനയുടെ എന്ന് പറയുന്നത് കാലത്ത് മുതൽ വൈകിട്ട് വരെ ഗോവയിലൊക്കെ ഉള്ള പോലെ തന്നെ അതാണ് ഒരു ദിവസമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് നമുക്ക് 2 ദിവസത്തേക്ക് വേണ്ടിയുള്ളത് വേണ്ടി വരും. അത് 140, അതായത് 1,40,000 രൂപയ്ക്ക് ഇവരോട് ബാർഗെയിൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല റേറ്റാണെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ 2 ദിവസം വെച്ചിട്ടൊക്കെ ഇവിടെ നോർമൽ ഒരു 1 lakh, അതായത് ഇവിടെ 1 lakhന് ഒരു 100 എന്ന് പറയുന്നത്. നോർമൽ ഒരു 100 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മെച്ചമാണെന്ന് തോന്നുന്നു. കുറേ ബാർഗെയിൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. കറക്റ്റ് 45 മിനിറ്റാണ് എടുത്തത്. ഞങ്ങൾ അങ്കൽ ബോട്ടിൽ നിന്ന് നുസാഫേനയുടെ എത്തി. നമ്മൾ അങ്കൽ ഫാസ്റ്റ് ക്രൂസിൽ ഓൾറെഡി ഒരു ആളായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളി 2 വീലർ റെൻറ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ നമ്മളെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ കണ്ടവർ മനസ്സിലാക്കി മുമ്പിൽ ആൾ പോവുകയാണ്. അപ്പോൾ വേറെ അവിടെ ഇവിടെ ബാർഗെയിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ള അകത്ത് ബോട്ടിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് 140 മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ബെസ്റ്റ് പ്രൈസ് ആണോ എന്നൊന്നും അറിയില്ല. ബെസ്റ്റ് പ്രൈസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം പൊതുവേ 1 lakh ആണ് ഒരു പെർ ഡേ ഒരു സ്കൂട്ടിക്ക് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ 1 ഡേ എന്ന് പറയുന്നത് കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നാളെ 11 മണി വരെയുള്ള ഒരു സ്കൂട്ടി റെൻറ്റിന് ഈ 140 എന്നുള്ളത് ലാഭമായിട്ട് തോന്നുന്നു. How much? 25,000 per person. You pay 100. Keep your receipt Okay. until you leave back. Just Is it important? Only one time, as long as you. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക്. ഇതിൻ്റെ സീറ്റ് എങ്ങനെയുണ്ട്? പഴയ വണ്ടിയാണെന്നുള്ളത്. ഈ നുസാഫേനയുടെ ഹാർബറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 600 മീറ്ററിലാണ് ഈ വിഷ്വൽ ഇൻ എന്ന് പറഞ്ഞ്
നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി. അപ്പോൾ വിഷ്വലി സ്റ്റണ്ണിങ്. ബൈക്ക് പാർക്കിംഗ്. It's a very nice property. ഇവരുടെ ഒരു കോഫി ഷോപ്പാണെന്ന് തോന്നുന്നു. എന്താ? ഹായ് ബ്രോ. The good thing is we can fill water. വെള്ളം മേടിച്ച് തന്നെ അത്യാവശ്യം നല്ല കാശായിട്ടുണ്ട്. ഇവിടെ ബാലി ബെല്ലി എന്ന് പറയും. അതായത് ഇവിടുത്തെ വെള്ളം നമ്മൾ പരമാവധി ബോട്ടിൽഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് നല്ലതെന്നാണ് ഇന്നലെ പരിചയപ്പെട്ട ഇവിടുത്തെ ഒരു ലോക്കൽ ചേട്ടൻ പറഞ്ഞത്. കാരണം ഫുഡ് പോയ്സൺ അടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതിൻ്റെ ബാലി ബെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ കാര്യം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഓക്കെ. Oh, we have a pool. We have a pool here. കൊള്ളാം, വൃത്തിയുള്ള പൂളാണ്. അതായത് ഫസ്റ്റ് ഡേ കുട്ടയിൽ ബഹാന ഗസ്റ്റ് ഹൗസിലായിരുന്നു പിന്നെ പൂളുണ്ടായിരുന്നു. അവിടെ തീരെ വൃത്തിയിലായിരുന്നു. ഇത് നല്ല വൃത്തിയുള്ള പൂളാണ്. ആക്ച്വലി ഇവിടുത്തെ റേറ്റ് വരുന്നത് 1122 രൂപ. അതിനടുത്ത് പോകാൻ 1100 ആ റേഞ്ചിൽ മാത്രമാണ് ഇതിൽ റേറ്റ് വരുന്നത്. ചില നുസാപ്പിനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള എളുപ്പത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹാർബറിൻ്റെ, അതായത് പോർട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കോട്ടേജും കാര്യങ്ങളൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ആ കാണുന്നതാണ് അവരുടെ കോട്ടേജസ്. കോട്ടേജിൽ ഓൾറെഡി ഇന്നലെ താമസിച്ചുകൊണ്ട് നോർമൽ ഇവിടുത്തെ ഡീലക്സ് റൂമാണ്. അത് ഈസി പൂൾ ആക്സസ് റൂമാണ്. അപ്പോൾ അതിന് ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഒരു ക്വീൻ സൈസ് ബെഡ് ഉണ്ട്. ക്വീൻ അല്ല, അതിലും കുറച്ച് വലുതാണ്. 2 സിംഗിൾ ബെഡ് ആണെന്ന് തോന്നുന്നു. AC റൂമാണ്. ഒരു വാർഡ്രോബ് ഉണ്ട്. വാഷ്റൂം വൃത്തിയുള്ളതാണ്. മതി, ധാരാളം. നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നുസാപ്പിനോട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കൊള്ളാം, അത്യാവശ്യം വൃത്തിയുണ്ട്, അപ്പീലിംഗ് ആണ്, കൊള്ളാം. നമ്മൾ ആ ഒരു 1100 രൂപ മുടക്കുന്നതിന് വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൂമിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇയർബഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ പ്രാർത്ഥനയോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗമായിട്ട് നല്ല ശബ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും. അതല്ലെങ്കിൽ റൂമിൽ ഇങ്ങനെ ഒരു സാധനം അവർ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നോക്കാം എന്തായിരിക്കും. ഏർലി ചെക്കൻ കിട്ടി. കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി. സാധാ ഭക്ഷണമൊക്കെ കഴിച്ചേ മടുത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഡാബ കണ്ടു, ഇന്ത്യൻ ഫുഡ്. ആദ്യമായിട്ടാണ് പുറത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവിടെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട്. പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഹായ്. അപ്പോൾ വെയിലൊരു രക്ഷയില്ല. ഞങ്ങൾ ഈ ബ്രെഡും പിന്നെ ഈ നാസി ഗുറങ്കും മീഗുറങ്കൊക്കെ കഴിച്ച് മടുത്തതുകൊണ്ട് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇവിടുത്തെ ഇന്ത്യൻ ഫുഡിന് എത്രയൊക്കെ അവർ ചാർജ് ചെയ്യുന്നു എന്നുള്ളത്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ ഞങ്ങളൊരു ചിക്കൻ ചെട്ടിനാടും പിന്നെ 2 ബട്ടർ നാനുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്.
നോക്കട്ടെ എങ്ങനെയാണ്, കാരണം ഇവിടെ സ്റ്റാഫുകളായിട്ട് ആ ഇന്ത്യക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഫുഡാണ് വരുന്നതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ മീഡിയം സ്പൈസി എന്ന് പറഞ്ഞാൽ പോലും കാര്യമായിട്ട് സ്പൈസി ഉണ്ടാവില്ല. അപ്പോൾ എരിവും പുളിയൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് സ്പൈസി എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ സ്പൈസി ഇടുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു മീഡിയം ലെവലിലെത്തുന്നത്. അതാണ്. പിന്നെ ഫ്രൈഡ് റൈസാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഫ്രൈഡ് റൈസ് കഴിച്ചാലും ഓരോരോ വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഫ്രൈഡ് റൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഒരേ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് അല്ല എല്ലായിടത്തും, പലതും പല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് എല്ലായിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വരുന്നത് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്രാമ്പിൾഡ് എഗ് അല്ലെങ്കിൽ ഓംലെറ്റ്, ബ്രെഡ്, കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഇത്രയും തന്നെ. ഇത് തന്നെ സ്ഥിരം. പിന്നെ ഉച്ചയ്ക്ക് സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇന്തോനേഷ്യൻ ഫുഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് മീ ഗോരങ്, നാസി ഗോരങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്നലെയാണ് ഒരു വെറൈറ്റി ആയിട്ടൊരു കറി കിട്ടിയത്. അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയുണ്ട്. നോക്കട്ടെ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഞങ്ങൾ സ്നോർക്ലിങ്ങിനാണ് പോകുന്നത്. സ്നോർക്ലിംഗ് 4 സ്പോട്ട്, ഫേമസ് ആയിട്ടുള്ള 4 സ്പോട്ടുണ്ട്. മാൻഡ ബേ, ക്രിസ്റ്റൽ ബേ, പിന്നെ വേറെ എന്തോ 2 സ്പോട്ടുകളുണ്ട്. അവിടുത്തെ സ്നോർക്ലിംഗ് ഒരു ഫാസ്റ്റ് ബോട്ടിൽ ഷെയർഡ് ടൂറാണ് ആക്ച്വലി. വേറെയും ആളുകളുണ്ടാവും നമ്മളെപ്പോലെ ബുക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അവരൊരു ഫാസ്റ്റ് ബോട്ടിൽ നമ്മൾ ഷെയർ ചെയ്ത് പോയി സ്നോർക്ലിംഗ് കാര്യം 4 സ്പോട്ടിൽ സ്നോർക്കിൾ ചെയ്യാനായിട്ട് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 1000 ഇന്ത്യൻ റുപ്പിയാണ്. അപ്പോൾ ഈ 1000 ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലാണ് കിട്ടുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഏകദേശം 1700 ഇന്ത്യൻ റുപ്പി എടുത്തായിരുന്നു. ഞാൻ വാട്സാപ്പിൽ ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത് വയാറ്റർ അല്ലെങ്കിൽ അഗോഡ അതല്ലെങ്കിൽ ക്ലൂക്ക്, ഇത് 3 വെബ്സൈറ്റുകൾ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് രണ്ടും കൂടി റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറവ് റേറ്റ് ഏതിലാണോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എടുത്താൽ മതിയാവും. എനിക്ക് വയാറ്ററിലാണ് ഏറ്റവും നല്ല റേറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി, അതായത് ടാക്സും ചാർജും എല്ലാം ചേർത്തിട്ട് 2200 രൂപയാണ് ഞങ്ങൾ 2 പേർക്ക് പോയത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നേരെ സ്നോർക്ലിംഗ് ആണ്. സ്നോർക്ലിംഗ് കഴിഞ്ഞിട്ടാണ് സൈറ്റ് സീയിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോണ അവസ്ഥയാണ്. അപ്പോൾ കുറേ സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല, നോക്കാം. ബാക്കി അപ്പോൾ ഇതാണ് നമ്മളുടെ ബില്ല് വന്നിരിക്കുന്നത്. കമ്പയറിങ് ഇറ്റ്സ് ചീപ്പ് ആക്ച്വലി. ഇതോടുകൂടി ഈ എപ്പിസോഡോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലഞ്ചിന് ശേഷം ഞങ്ങൾ സ്നോർക്ലിങ്ങിന് പോയി. സ്നോർക്ലിങ്ങിന് ശേഷം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. തുടങ്ങിയ വിശേഷങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ദിവസത്തെ മൊത്തം ചിലവും അടുത്ത എപ്പിസോഡിൽ കറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു സോ മച്ച്.